വെൽക്കം ബാക്ക് ടു സലം ലേണിംഗ്. അഭിമിസ് ആണ് മകളെ. ഇന്നത്തെ വീഡിയോയിൽ നമുക്കൊരു ന്യൂ വേർഡ്സ് ടെസ്റ്റ് ആയാലോ? ന്യൂ വേർഡ്സ് ചലഞ്ച് ആണ് കേട്ടോ. വേറൊന്നല്ല, മിസ് ഒരു 10 വേർഡ്സ് തരും. ആ വേർഡ്സിലെ എത്ര എണ്ണത്തിന്റെ മീനിങ് നിങ്ങൾക്ക് അറിയാം. ഇനി മീനിങ് അറിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പുതിയതായിട്ട് പഠിക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എത്ര എണ്ണം കറക്റ്റ് ആയിന്ന് താഴെ നമ്മുടെ കമന്റ് ബോക്സിൽ എന്ത് ചെയ്യണം, കമന്റ് ചെയ്യണം കേട്ടോ. സോ നമ്മുടെ ഫസ്റ്റ് വേർഡ് ഇതാണ് മക്കളെ, ഫോക്സ്. FOLKS. ഫോക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് മീനിങ് എന്ന് നിങ്ങൾക്ക് അറിയോ? മീനിങ് അറിയുന്നവർ എന്ത് ചെയ്യുക, ഞാൻ ഈ ഒരു നോട്ട്ബുക്കിൽ ഇതിന്റെ മലയാളത്തിലുള്ള മീനിങ് എഴുതാം കേട്ടോ. ഇനി അറിയില്ല എന്നുണ്ടെങ്കിലും പ്രശ്നമില്ല. ഫോക്സ് എന്ന് പറഞ്ഞാൽ ജനങ്ങൾ എന്നാണ്. ഓക്കെ, സം ഫോക്സ് വിൽ ഡു എനിത്തിങ് ഫോർ മണി എന്ന് കേട്ടിട്ടില്ലേ? ചില ആൾക്കാർ പൈസയ്ക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യും എന്ന് നമ്മൾ പറയാറുണ്ട്. സോ ഫോക്സ് മീൻസ് ആൾക്കാർ അല്ലെങ്കിൽ ജനങ്ങൾ എന്നുള്ള അർത്ഥമാണ്. അപ്പൊ ഫസ്റ്റ് വേർഡ് എത്ര പേർക്ക് കറക്റ്റ് ആയി എന്ന് താഴെ കമന്റ് ചെയ്യണം. അങ്ങനെയെങ്കിൽ നമുക്ക് നെക്സ്റ്റ് വേർഡ് നോക്കിയാലോ? അടുത്ത വേർഡ് നോക്കിക്കേടാ, ഡ്രാഗ്. DRAG, ഡ്രാഗ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അർത്ഥം? ആലോചിച്ച് നോക്കൂ, എത്ര പേർക്ക് കറക്റ്റ് ആക്കാൻ പറ്റുന്നുണ്ടെന്ന്. ഡ്രാഗ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, വലിച്ചഴിക്കുക എന്നാണ് കേട്ടോ. വലിക്കുക അല്ലെങ്കിൽ വലിച്ചഴിക്കുക എന്നുള്ളതിനെയാണ് ഡ്രാഗ് എന്ന് പറയുന്നത്. ഡോണ്ട് ഡ്രാഗ് us into your fight. നിന്റെ വഴക്കിന്റെ ഇടയിൽ ഞങ്ങളെ വലിച്ചിടരുത് അല്ലെ വലിച്ചഴിക്കരുത് എന്ന് പറയില്ലേ? സോ ഡ്രാഗ് മീൻസ് വലിക്കുക അല്ലെങ്കിൽ വലിച്ചഴിക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ പുതിയ ഓരോ വേർഡ്സ് പഠിക്കുമ്പോൾ അതെങ്ങനെ യൂസ് ചെയ്യണം അല്ലെങ്കിൽ എവിടെ യൂസ് ചെയ്യാം എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലെ? അപ്പൊ രണ്ടെണ്ണം നമ്മൾ നോക്കി. നെക്സ്റ്റ് ചലഞ്ച് നോക്കിക്കോ, കണ്ടിന്യൂസ്ലി. ഇത് കുറച്ച് സിമ്പിൾ ആണ് അല്ലേ? നമ്മൾ ടെക്സ്റ്റ് ബുക്കുകളിലെ പഠിക്കുമ്പോൾ നമ്മൾ കേട്ടിട്ടുള്ള ഒരു വാക്കാണ് കണ്ടിന്യൂസ്ലി. CONTINOUSLY, കണ്ടിന്യൂസ്ലി. വാട്ട് യു മീൻ ബൈ കണ്ടിന്യൂസ്ലി? ഇതിന്റെ മീനിങ് എന്താണ്? യെസ്, തുടർച്ചയായി എന്നാണ് കേട്ടോ അർത്ഥം. ദ ബേബി ഈസ് ക്രൈയിങ് കണ്ടിന്യൂസ്ലി എന്ന് പറഞ്ഞാൽ തുടർച്ചയായിട്ട് കുട്ടി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്താണ് കണ്ടിന്യൂസ്ലി എന്നുള്ളത് നിങ്ങൾക്ക് കറക്റ്റ് ആക്കാൻ പറ്റിയോ? അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്തത് നോക്കിയാലോ? ബിസർ. BAZARRE. ഇവിടെ ബിസർ എന്ന് നമ്മളെ പ്രൊനൗൺസ് ചെയ്യുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു വാക്ക് ചിലപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നത്, എന്നാലും മീനിങ് അറിയുന്ന ചിലരുണ്ടായിരിക്കും. അപ്പൊ എന്തായിരിക്കും ബിസർ? ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ടോ? അത് ആദ്യമായിട്ട് മിസ്സിന്റെ കൂടെയാണോ നിങ്ങൾ കേൾക്കാൻ പോകുന്നത്? അപ്പൊ മക്കളെ, ഈ ഒരു പിക്ചർ നോക്കിക്കേ. ഈ പിക്ചർ നോക്കിയിട്ട് നമുക്ക് എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? ഒന്നുമില്ല അല്ലെ? എന്തോ വിചിത്രമായ ഒരു വസ്തു. അപ്പൊ ഇത് തന്നെയാണ് ഇതിന്റെ അർത്ഥം. ബിസർ എന്ന് വെച്ചാൽ എന്താ? വിചിത്രമായത് എന്നാണ്. ബിസർ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? വിചിത്രമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ എന്നാണ് അർത്ഥം. അപ്പൊ എത്ര പേർക്ക് ഇത് കറക്റ്റ് ആക്കാൻ പറ്റിയിട്ടുണ്ടെന്നുള്ളതും കമന്റ് ചെയ്യാം. നെക്സ്റ്റ് നോക്കിക്കേ, ഗുൽറ്റി. GUILTY, ഗുൽറ്റി. അപ്പൊ ഈ വീട് ചിലരെങ്കിലും കേട്ടിട്ടുണ്ടാവും. എന്താണ്? നമുക്ക് ഭയങ്കര കുറ്റബോധം തോന്നില്ലേ? ചെയ്ത് കൊടുത്തിട്ട് കുറ്റബോധം തോന്നില്ലേ? അതിനെയാണ് നമ്മൾ ഗിൽറ്റി എന്ന് പറയുന്നത് കേട്ടോ. ഹി ഫെൽറ്റ് ഗിൽറ്റി അബൌട്ട് ദ വേ ഹി ഹാഡ് ട്രീറ്റഡ് ഹർ. അവൻ അവളോട് പെരുമാറിയ രീതിയിൽ അവര് തന്നെ കുറ്റബോധം തോന്നി. അപ്പൊ എന്താണ് ഗിൽറ്റി? അതിന്റെ മീനിങ് എന്താണ് എന്ന് നമുക്ക് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ അടുത്തതെന്താ? വെപ്റ്റ്. WEPT, വെപ്റ്റ്. ഇതിന്റെ മീനിങ് എന്തായിരിക്കും? നമ്മളിങ്ങനെ തേങ്ങി കരയില്ലേടാ, അതിനെയാണ് നമ്മൾ വെപ്റ്റ് എന്ന് പറയുന്നത്. ഷി വെപ്റ്റ് ഓവർ ദ ബോഡി ഓഫ് ഹർ ഫ്രണ്ട്. അല്ലെ, അവളുടെ ഫ്രണ്ടിന്റെ ഡെഡ് ബോഡിയുടെ മുമ്പിൽ അവള് തേങ്ങി കരഞ്ഞു, വെപ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ പഠിച്ചു. അങ്ങനെയാണെങ്കിൽ അടുത്ത് നോക്കിക്കേ, ഡിസോണസ്റ്റ്. DISHONEST, ഡിസോണസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഓണസ്റ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം, സത്യസന്ധൻ. അതിന്റെ ഓപ്പോസിറ്റ് ആണ് ഡിസോണസ്റ്റ്, സത്യസന്ധത ഇല്ലാത്തത്. ഹി ഗേവ് ദ എഡിറ്റർ എ ഡിസോണസ്റ്റ് അക്കൗണ്ട് ഓഫ് ഇവന്റ്സ് എന്നുള്ളതാണ് ഇതിന്റെ അർത്ഥം. അപ്പൊ അടുത്ത് നോക്കാം, സ്റ്റേൺ. STERN, സ്റ്റേൺ എന്ന് പറഞ്ഞാൽ എന്താ? കർക്കശമായത്. എ സ്മൈൽ ട്രാൻസ്ഫോംഡ് ഹിസ് സ്റ്റേൺ ഫേസ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ചിരി അദ്ദേഹത്തിന്റെ കർക്കശമായിട്ടുള്ള മുഖത്തെ മാറ്റിമറിച്ചു. നമുക്കറിയാം, നമ്മൾ ചില മാത്സ് ടീച്ചേഴ്സ് ഒക്കെ സിനിമയിലൊക്കെ കാണാറുണ്ട് അല്ലെ? എന്താണ്? ഭയങ്കര ദേഷ്യപ്പെട്ട മുഖം അല്ലെങ്കിൽ ഭയങ്കര സ്റ്റേൺ ആയിട്ടുള്ള അല്ലെ? നമുക്ക് കാണുമ്പോൾ തന്നെ അവരോട് ചെറിയ പേടി തോന്നുന്ന ഫേസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലെ? എല്ലാ ടീച്ചേഴ്സും ഇല്ല, ചിലവരൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലെ? അപ്പോൾ അതിനെയാണ് നമ്മൾ സ്റ്റേൺ എന്ന് പറയുന്നത്. സ്മൈൽ ട്രാൻസ്ഫോംഡ് ഹിസ് സ്റ്റേൺ ഫേസ് എന്ന് പറഞ്ഞാൽ അയാളുടെ കർക്കശമായിട്ടുള്ള മുഖത്ത് ഒരു ചിരി വന്നപ്പോൾ ആ മുഖം മാറിയെന്നാണ്. ഓക്കെ, നെക്സ്റ്റ് വേർഡ്, ഗെറ്റ് റിഡ് ഓഫ്. ഗെറ്റ് റിഡ് ഓഫ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അർത്ഥം? എന്തെങ്കിലും സാധനം ഗെറ്റ് റിഡ് ഓഫ് ഇറ്റ് എന്ന് പറയില്ലേ? അതുകൊണ്ട് ഒഴിവാക്കുക എന്ന് പറയില്ലേ? അപ്പൊ അതിനെയാണ് നമ്മൾ ഗെറ്റ് റിഡ് ഓഫ് എന്ന് പറയുന്നത്. യു ഹാവ് ടു ഗെറ്റ് റിഡ് ഓഫ് യുവർ ഈഗോ. നിന്റെ ഈഗോ നീ ഒഴിവാക്കേണ്ട സമയം കഴിഞ്ഞു എന്ന് നമ്മൾ പറയാറുണ്ട്. അതിനാണ് ഗെറ്റ് റിഡ് ഓഫ് എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഈ വേർഡിന്റെ അർത്ഥം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും അല്ലെ? ബിലീവ്. BELIEVE, ബിലീവ് ഇൻ യുവർ സെൽഫ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾ വിശ്വസിക്കുക അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെ തന്നെ വിശ്വസിക്കുക എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. ഓക്കെ, അപ്പൊ നമ്മളിതാ ഇത്രയും വേർഡ്സ്, ന്യൂ വേർഡ്സ് നോക്കിയതിൽ എത്ര എണ്ണം നിങ്ങൾക്ക് അറിയാമായിരുന്നു? എത്ര എണ്ണം കറക്റ്റ് ആക്കി? പുതിയതായിട്ട് എത്ര എണ്ണം പഠിക്കാൻ പറ്റി? ഇതിൽ എത്ര മാർക്ക് നിങ്ങൾക്ക് കിട്ടി എന്നുള്ളത് താഴെ നമ്മുടെ കമന്റ് ബോക്സിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പൊ ഇതുപോലെയുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് ആയിട്ട് നമുക്ക് ഇനിയും കാണാം മക്കളെ. അതുവരെ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.